റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ തിരുശേഷിപ്പുകൾ. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ചില തിരുശേഷിപ്പുകൾ റോമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അവ മിക്കതും സൂക്ഷിച്ചിരിക്കുന്നത് വലിയ ബസലിക്കകളിലെ ചെറിയ ചാപ്പലുകളിലായിട്ടാണ്. അമൂല്യമായ ആ തിരുശേഷിപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റോമിലെ ഏറ്റവും അറിയപ്പെടുന്ന ദേവാലയങ്ങളിലൊന്നാണ് ജെറൂസലേമിലെ ഹോളി ക്രോസ് ബസിലിക്ക. ഈ ദേവാലയത്തിനുള്ളിലാണ് സുപ്രധാനമായ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ തിരുശേഷിപ്പുകളുടെ ചാപ്പൽ എന്നും ഇത് അറിയപ്പെടുന്നു. അവിടെ സുരക്ഷിതമായി സംരക്ഷിച്ചു പോരുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തിരുശേഷിപ്പുകളാണ്. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശകലങ്ങൾ. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ്റെ അമ്മ വിശുദ്ധ ഹെലേനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ തിരുശേഷിപ്പുകൾ ജെറൂസലേമിൽ നിന്ന് റോമിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഈ ബസിലിക്കയ്ക്കുള്ളിൽ വിശുദ്ധ ഹെലേനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിലേക്കുള്ള നടപ്പാത വിശുദ്ധ നാട്ടിൽ നിന്നുള്ള മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജെറൂസലേമിലെ ഹോളി ക്രോസ് ബസിലിക്കയിലെ ഈ ചാപ്പലിൽ 1800 മുതൽ ഇന്നുവരെ സൂക്ഷിച്ചിരിക്കുന്നത് വിശുദ്ധ കുരിശിൻ്റെ 3 ശകലങ്ങളാണ്. കൂടാതെ പട്ടാളക്കാർ ക്രിസ്തുവിനെ കുരിശിൽ തറച്ച ആണികളിലൊന്നും ഈ ചാപ്പലുണ്ട്. വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വിവരിക്കുന്നു, പീലാത്തോസ് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയി ചാട്ടവാറടിക്കാൻ ഉത്തരവിട്ടു. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു. അവനെ ഒരു നൂമ്ര വസ്ത്രം ധരിപ്പിച്ചു. അവൻ്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അടിച്ചു. ഈശോയുടെ മുൾക്കിരീടത്തിലെ മുള്ളുകളിൽ 2 പ്രസ്തുത ചാപ്പലിൽ സംരക്ഷിച്ചു പോരുന്നു. ഈശോയുടെ കുരിശിന് മുകളിൽ സ്ഥാപിച്ച ഫലകം ടൈറ്റിലസ് ക്രൂസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നതും പീലാത്തോസ് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മുകളിൽ സ്ഥാപിക്കാൻ ഉത്തരവിട്ടതുമായ ഫലകമാണ് മറ്റൊരു തിരുശേഷിപ്പ്. ഹീബ്രു, ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിൽ യഹൂദന്മാരുടെ രാജാവായ നസ്രായൻ യേശു എന്ന സന്ദേശം ഇതിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പാനലിൻ്റെ തെളിവ് വ്യക്തമല്ല, പക്ഷേ അത് 6-ാം നൂറ്റാണ്ടിൽ ബസിലിക്കയിലേക്ക് മാറ്റിയതായി കരുതപ്പെടുന്നു. തോമാസ് ലീഹയുടെ വിരൽ. ഈ ചാപ്പലിൽ സന്ദർശിക്കുന്ന ഒരാൾക്ക് നല്ല കള്ളൻ്റെ കഴുകുമരത്തിൻ്റെ ഒരു ശകലവും താൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കാൻ ക്രിസ്തുവിൻ്റെ മുറിവിൽ സ്പർശിച്ച വിശുദ്ധ തോമസിൻ്റെ വിരലും കാണാൻ കഴിയും. ചാപ്പലിൻ്റെ മറ്റൊരു വശത്ത് ടൂറിനിലെ തിരുക്കച്ചയുടെ പുനർനിർമ്മാണവും കാണാൻ സാധിക്കും. ഈശോയുടെ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട മറ്റു തിരുശേഷിപ്പുകൾ. ഈ ബസിലിക്കയിൽ നിന്ന് ഏതാനും മീറ്റർ അകലെയാണ് റോം രൂപതയുടെ കത്തീഡ്രലും മാർപ്പാപ്പയുടെ എപ്പിസ്കോപ്പൽ സിംഹാസനവുമായ സെൻറ്റ് ജോൺ ലാറ്ററൻ. ഇവിടെ പ്രധാന അൾത്താരയുടെ ഇടതുവശത്ത് ക്രിസ്തു അന്ത്യാത്താഴം കഴിച്ച മേശയുടെ ഒരു ഭാഗം ഉൾക്കൊള്ളുന്ന ഒരു ചാപ്പലുണ്ട്. കൂടാതെ ബസിലിക്കയ്ക്ക് പുറത്ത് വിശുദ്ധ പടികൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നതിന് മുമ്പ് യേശു കയറിയ 28 പടികൾ ഉൾക്കൊള്ളുന്നതാണ് ഈ വിശുദ്ധ പടികൾ. മറ്റൊരു ചാപ്പലിൽ സാന്താ പ്രൊക്സഡീസിലെ റോമൻ ബസിലിക്കയിൽ യേശുക്രിസ്തുവിനെ ചമ്മട്ടി കൊണ്ടടിച്ച സ്തംഭമുണ്ട്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും പാരമ്പര്യം സൂചിപ്പിക്കുന്നതനുസരിച്ച് ഈ വിധത്തിൽ പട്ടാളക്കാർ യേശുവിനെ പുറം മടക്കിയിരിക്കാൻ നിർബന്ധിച്ചുകൊണ്ടാണ് കൂടുതൽ വേദന അവിടത്തേക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നതാണ്. ക്രിസ്തുവിൻ്റെ മുൾക്കിരീടത്തിൽ നിന്നുള്ള 3 മുള്ളുകളിൽ 2 ജെറൂസലേമിലെ ഹോളി ക്രോസ് ബസിലിക്കയിലുണ്ട്. ഒരെണ്ണം എവിടെയാണെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. ഈശോയുടെ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട മറ്റൊരു തിരുശേഷിപ്പ് ഈശോയുടെ വിലാപപ്പുറത്ത് കുത്തിയ കുന്തത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് സ്വർണത്തിൽ പൊതിഞ്ഞ് സാൻ പെട്രോയിലെ ബസിലിക്കയിൽ വിശുദ്ധ ഹെലനയുടെ രൂപത്തിൽ മധ്യേ താഴികക്കുടത്തിൻ്റെ 4 തൂണുകളിലൊന്നായി സൂക്ഷിച്ചിരിക്കുന്നു.